இறையேசுவில் பிரியமான அன்பு சகோதர சகோதரிகளே, தவக்காலத்தின் முதல் திங்கட்கிழமை அற்புதமான சிந்தனைகளோடு தீர்மானங்களோடு தவக்காலத்தில் ஆன்மீக பயணத்தை மேற்கொண்டு பயணித்து வருகிறோம். பிரியமானவர்களே, கிறிஸ்தவ வாழ்க்கை என்பது முன்மாதிரியான ஒரு வாழ்க்கை, இயேசுவை அடையாளம் காட்டுகிற ஒரு அற்புதமான ஒரு வாழ்வு. ஆனால் இன்று அந்த வாழ்வு ஏனோ மறைந்து கொண்டிருக்கிறது. ஆகவேதான் இன்றைய சிந்தனை முன்மாதிரியாக நாம் வாழ வேண்டும் என்ற மைய கருத்தை அடிப்படையாக கொண்டிருக்கிறது. அன்புக்குரியவர்களே, சுல்தான்பேட் மறைமாவட்ட மறைக்கல்வி பணிக்குழு இயக்குனர் தந்தை பென்சிகர் அடிகளார் அவர்கள் இந்த சிந்தனையை ஆழமாக நமக்கு எடுத்துரைக்கிறார். ஆகவே அவருடைய சிந்தனைகளோடு நாம் இன்று பயணிப்போம். ആണ്ടവർ നമ്മെ നിറവാக ആശീർവദിക്കും. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുനായ കർത്താവിന്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ തന്നെ രക്ഷ ഉറപ്പുവരുത്തുവാൻ അല്പം കൂടിയൊക്കെ സ്നേഹം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ക്രിസ്തുവിനോടും മനുഷ്യനോടും ഈ ലോകത്തിലെ സകല വ്യക്തികളോടും ക്രിസ്തുവിന്റെ സ്നേഹം കൈമാറുവാനുമുള്ള ഒരു പുണ്യ അവസരത്തിലാണല്ലോ നാം ഓരോരുത്തരും. ഈ നോമ്പ് കാലത്തില് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ക്രിസ്തു ശിഷ്യൻ ഒരു മാതൃകയായി മാറേണ്ടത്. ക്രിസ്തുവിനെ പോലെ അവൻ നൽകിയ മാതൃക അനുസരിച്ച് എനിക്ക് നിങ്ങൾക്കും എങ്ങനെ ഒരു മാതൃകയായി അവരുടെ മുന്നിൽ ക്രിസ്തു സാന്നിധ്യമായി മാറാൻ സാധിക്കുമെന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. കുട്ടിക്കാലത്തൊക്കെ ചില കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, വീട്ടില് ചില ദിവസങ്ങൾ ആരും ഒന്നും പറയേണ്ട കാര്യമില്ല. നമ്മള് പപ്പ ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വ്യക്തമായി. ഉദാഹരണമായിട്ട് മാസാദ്യ വ്യാഴാഴ്ച പപ്പ വന്ന് ഉടുപ്പ് മാറും, വൈകുന്നേരങ്ങളിൽ വന്ന് ഡ്രസ്സ് മാറി പടിയിറങ്ങുമ്പോൾ മനസ്സിലാക്കണം പപ്പ പോകുന്നത് കുമ്പസാരിക്കാൻ. അപ്പോൾ അടുത്ത ദിവസം മാസാദ്യ വെള്ളിയാഴ്ച. അപ്പോൾ അവിടെ ആരോടും പറയേണ്ട കാര്യമില്ല, മക്കളത് മനസ്സിലാക്കിക്കോണം. ഇന്ന് മാസാദ്യ വ്യാഴാഴ്ചയാണ്, ഇന്ന് കുമ്പസാരിച്ചിരിക്കണം, നാളെ മാസാദ്യ വെള്ളിയാഴ്ചയാണ്, കുടുംബമായി പള്ളിയിൽ പോകണം. ഒരു മാതൃകയുടെ ഒന്നും സംസാരിക്കാതെ തന്ന മാതൃകയുടെ ഉത്തമമായ ഒരു ദാഹം മാതാപിതാക്കൾ എങ്ങനെ നമുക്ക് മാതൃകയായി. അതുകൊണ്ട് നമുക്കറിയാം, ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരു ബഹളമുണ്ട് വീട്ടിൽ. നാളെ എന്ത് ഡ്രസ്സ് ഇടണം, നാളെ എന്ത് ഡ്രസ്സാണ് ഇടേണ്ടത്, ശനിയാഴ്ച ഈവനിങ് നമ്മൾ തയ്യാറാക്കി വെക്കും. അത് ഞായറാഴ്ചത്തേക്കുള്ള പ്രിപ്പറേഷൻ. ഇത് ഒരാൾ തുണി എടുക്കുമ്പോൾ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ചേച്ചി തുണി എടുക്കുമ്പോൾ മനസ്സിലാക്കണം, എനിക്കും എൻ്റെ റോള് അത് എടുത്തു വെച്ച് അടുത്തത് ഞാൻ തയ്യാറാക്കണം. ഇത് ഒരു മാതൃക എങ്ങനെയാകണമെന്നുള്ളത്. ഒന്നും സംസാരിക്കാതെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മറ്റ് നന്മയിലേക്ക് തെളിക്കുന്ന അല്ലെങ്കിൽ മറ്റ് നന്മയിലേക്ക് നയിക്കുന്ന മാതൃകയായി നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മോടൊപ്പം കാണും. ചില ഉദാഹരണങ്ങൾ മാത്രം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തില് ക്രിസ്തുനാഥൻ നമുക്ക് കാണിച്ചത് ഒത്തിരിയേറെ നന്മകളുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലാണെങ്കിൽ പോലും വിശക്കുന്നവരോടും ദാഹിക്കുന്നവരോടും വസ്ത്രമില്ലാത്തവരോടും നീ അനുകമ്പ കാണിക്കുമ്പോൾ എന്നോട് തന്നെയാണ് നീ അനുകമ്പ കാണിക്കുന്നത് എന്ന് ക്രിസ്തു പറയുകയാണ്. അവനെ ഭാഗ്യമുള്ളവൻ എന്ന് ക്രിസ്തു വിളിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഭാഗ്യമുള്ളവരായി മാറുക? അവരിലേക്ക് ഇറങ്ങി ചെല്ലണം. എങ്ങനെയാണ് ഇറങ്ങി ചെല്ലേണ്ടതെന്ന് ക്രിസ്തു തന്നെ പഠിപ്പിക്കുന്നുണ്ട്. വിശക്കുന്നവർക്ക് ഭക്ഷണമായി മാറി. അവനോടൊപ്പം ഉണ്ടായിരുന്ന 2-3 ദിവസം അവനെ ശ്രമിച്ചിരുന്ന ആ ജനത്തെ കണ്ടുകൊണ്ട് അവന് അനുകമ്പ തോന്നി. അവൻ പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുന്നത്, ഇവർക്ക് ഭക്ഷണം ഒരുക്കുന്നു. അവൻ മനസ്സിലായി എന്നോടൊപ്പമുള്ളവര് ക്ഷീണിതരാണ്, അവർക്ക് ഭക്ഷണം ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ലേറെ പേരെ തീറ്റിപ്പോറ്റിയ അവർക്ക് ഭക്ഷണമായി മാറിയ ക്രിസ്തുനാഥൻ. അത് അവന്റെ മാതൃകയാണ്. അതായത് വിശക്കുന്നവനോട് ഞാനും നിങ്ങളും ക്രിസ്തു ശിഷ്യരായി നമ്മൾ എങ്ങനെ അനുകമ്പയുള്ളവരായി സഹാനുഭൂതിയുള്ളവരായി മാറണം എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും പറയുന്നത്, ദാഹിക്കുന്നവൻ കുടിക്കട്ടെ. യഥാർത്ഥ ദാഹമുള്ള ഒരു സ്ത്രീയെ യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അവൻ ദാഹിക്കുന്നവനായി കിണറ്റിലുമൊക്കെ തിരിക്കുമ്പോഴും അവനെ ശമിപ്പിക്കേണ്ട ദാഹം എന്ന് പറയുക സമരിയാക്കാരിയിലെ സ്നേഹത്തിനായുള്ള ഒരു മനസ്സിലാക്കാനുള്ള ഒരു അവലുണ്ടായി ആ ദാഹം ശമിപ്പിക്കുകയായിരുന്നു യേശുനാഥൻ. എന്നവരെ ഈ ഒരു ഉത്തമ മാതൃക നമ്മുടെ ജീവിതത്തിൽ നൽകിയവനാണ് ക്രിസ്തു. സമരിയായിലെ സ്ത്രീക്ക് വേണ്ടി കാത്തിരുന്ന് അവളെ തന്നെ മനസ്സിലാക്കി കൊടുത്ത് അവളെ സ്വന്തമാക്കി അവളുടെ ദാഹം, നിത്യജീവനായുള്ള ദാഹം ശമിപ്പിക്കുന്നവനായി ക്രിസ്തു നമ്മൾ സുവിശേഷത്തിൽ കാണുന്നു. എന്തിനേറെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തില് തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ക്രിസ്തു എത്ര വലിയ മാതൃകയാണ്
എനിക്ക് നിങ്ങൾക്കും കാണിച്ചു നൽകി. ഈ ഭൂമിയിൽ എത്ര തന്നെ അഹങ്കരിക്കേണ്ട സ്ഥാനമാനങ്ങളായിരുന്നാൽ പോലും ഞാൻ നിങ്ങളും എത്രമാത്രം എളിമയുള്ളവരാകണം എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ചിന്തിക്കാം, ഈ നോമ്പ് കാലം എനിക്ക് എങ്ങനെ ക്രിസ്തുവിന്റെ അനുയായി എന്ന നിലയിൽ ഒരു മാതൃകയാകുവാനായിട്ട് സാധിക്കും? എനിക്കെങ്ങനെ ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുന്നവരായി ദൈവ സ്നേഹത്തിന്റെ മാതൃകയായി നിലകൊള്ളുവാനായിട്ട് എനിക്ക് സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹിതരെ, ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മെ ഓരോരുത്തരെയും ഒത്തിരി വിഷമാകുന്നവരാക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും ഹൃദയത്തെ നോവിപ്പിക്കുന്നുണ്ട്. മക്കൾ തന്നെ മാതാപിതാക്കളെ കൊല്ലുന്നു. പരസ്പരം ഒരുമിച്ച് സൗഹൃദം പങ്കിട്ട് സന്തോഷം പങ്കിട്ട് ജീവിക്കേണ്ട കൂട്ടുകാർ പരസ്പരം കൊലയാളികളായി മാറി. ഒത്തിരിയേറെ ദുരൂഹതകൾ നമ്മുടെ സമൂഹത്തിൽ നടമാടുകയാണ്. അവിടെയൊക്കെ എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ ക്രിസ്തു എത്രമാത്രം പ്രതീക്ഷിക്കുന്നു? എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ക്രിസ്തുവിനെ സ്വന്തമാക്കി അവർ ക്രിസ്തുവിന്റെ സ്നേഹമായി പ്രതിഫലിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരു നിമിഷം. സ്നേഹമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് നാം ചെയ്യേണ്ടത് വീടുകളിൽ തന്നെ ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരണം. മനസ്സിലാക്കാം, പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ കൊടുക്കുന്നവരാണ്. ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക, ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക, ക്രിസ്തു പാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതുപോലെ ഇറങ്ങിച്ചെല്ലുക, ക്രിസ്തു രോഗികൾക്ക് സൗഖ്യമായി മാറിയതുപോലെ സാന്നിധ്യം കൊണ്ട് സൗഖ്യമാകുവാൻ എനിക്ക് നിങ്ങൾക്കുമായാൽ നമ്മുടെ വീട്ടിൽ തന്നെ ബാല്യകാലം മുതൽക്കേ പങ്കുവയ്പിന്റെ, കരുതലിന്റെ, സ്നേഹത്തിന്റെ മാതൃകളാകാൻ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഈ സ്നേഹം കണ്ടാണ് കുഞ്ഞുമക്കൾ വളർന്നു വരുന്നത്. അവൻ നാളെ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ എന്താണ് പങ്കുവയ്പെന്ന് അവന് മനസ്സിലാവും. അവന്റെ കയ്യിൽ ഒരു ചെറിയൊരു മാങ്ങ കിട്ടുമ്പോൾ തന്റെ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് അത് പങ്കിട്ട് അതൊരു 5 കഷ്ണമായി 5 പേരും ഒരുപോലെ ഭക്ഷിക്കുന്ന നിലയിലേക്ക് എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങളെ എത്തിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെയൊക്കെ ജീവിതം. ക്രിസ്തു തനിക്കുള്ളത് പങ്കിട്ട് നൽകി. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയാകും. മക്കൾ മുതിർന്നവർ ചെറിയവർക്ക് ഇളയവർ തങ്ങൾക്ക് കീഴെയുള്ളവർക്ക് മാതൃകയായി മാറട്ടെ. ഈ ഒരു നോമ്പ് കാലത്തില് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹവും ഇത് തന്നെയായിരിക്കണം. ഞാനൊരു ക്രിസ്ത്യനായിരിക്കെ ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശയോടെ കുറച്ചുകൂടി എനിക്ക് എങ്ങനെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് സാധിക്കും, കുറച്ചുകൂടി ക്രിസ്തുവിനെ എങ്ങനെ പ്രതിഫലിപ്പിക്കാനായിട്ട് സാധിക്കും. ഓർക്കുക, നമ്മുടെ ജൂബിലി ലോഗോയിൽ നമുക്ക് കാണാൻ സാധിക്കും, ക്രിസ്തുവിൽ നങ്കൂരമിട്ടാണ് ഓരോ ക്രിസ്ത്യനും ചെയ്യുന്നത്. ആ ലോഗോയുടെ കീഴിൽ കാണുന്ന ആ ഒഴുക്കിനെ പ്രതിനിധീകരിക്കുന്ന ആ വരകൾ, അവിടെ എത്ര ഒഴുക്കിൽ പെട്ടുപോയാലും ഞാൻ ക്രിസ്തുവിൽ അടിയുറച്ചിരിക്കുന്നു, കുരിശിൽ അടിയുറച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന 4 കൂട്ടരെയാണ് നമ്മൾ ആ ലോകയിൽ കാണുന്നത്. ഇതുപോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തു തന്നെ പ്രശ്നങ്ങൾ നേരിട്ടാലും, എന്തു തന്നെ വിഷമങ്ങൾ ഉണ്ടായാലും, എത്ര തന്നെ ഒഴുക്കുണ്ടായാലും, എത്ര തന്നെ ആൾക്കാർ നമ്മളെ അവഗണിച്ചാലും നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് എന്റെയും നിങ്ങളുടെയും ക്രിസ്തുനാഥന്റെ കുരിശിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഉദാഹരണമായി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്ന യഥാർത്ഥ ശിഷ്യനാണ് ഞാനും നിങ്ങളൊന്ന് ജീവിച്ചു കാണിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ക്രിസ്തുനാഥൻ നമ്മെ സഹായിക്കട്ടെ. അവന്റെ പീഡാസനത്തെ ധ്യാനിക്കുമ്പോൾ, അവന്റെ മുറിവുകളെ ധ്യാനിക്കുമ്പോൾ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം, ചെറിയൊരു ക്രിസ്തുവാകാനുള്ള ആഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു നോമ്പുകാലം ചെയ്യുന്നു. നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് അവന്റെ മുറിവുകളിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഈശോയെ, അങ്ങേ തിരുമുറിപ്പാടുകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും വിശദീകരിക്കണം. അങ്ങയുടെ ആണിപ്പാടുള്ള കരം ഞങ്ങളുടെ നേരിട്ട് നീട്ടി ഞങ്ങളുടേതായ എല്ലാ ആന്തരിക മുറിവുകളെയും അവിടുന്ന് സുഖപ്പെടുത്തുക. ഓരോ നിമിഷവും നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന, നിന്നെ ഈ ലോകത്തിന് മാതൃകയായി ഉയർത്തിക്കാട്ടുന്ന ഒരു ജീവിതമാണ് ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തുന്നത്. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ, ഞങ്ങളുടെ പുരോഹിതരെ, സന്യസ്തരെ അങ്ങേക്ക് ഉചിതമായ രീതിയിൽ ജീവിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുകയും ഓരോ നിമിഷവും ക്രിസ്തുവാണ് ഈ ലോകരക്ഷകൻ, ഈ ലോകത്തിന്റെ രക്ഷകനെന്ന് ഉയർത്തിക്കാട്ടുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ അങ്ങേ തിരുരക്തത്താൽ കഴുകി വിശദീകരിക്കുകയും അങ്ങയോട് ഞങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ.